ആശ്രയൻ ടീമിനെ വിളിക്കണ്ടേ? ആശിന് വാഴ മൺ ഹിറ്റ് ആയിരുന്നോ? അലുവ. Ladies and gentlemen, boys and girls, Alphonse Putran on video call. വിനായക് ചെറിയ 2 സ്റ്റെപ്പ് ഡാൻസ് കളിക്കട്ടെ, അഴിഞ്ഞാടി കളയല്ലേ. Come on please everyone, put your hands together for Vinayak. Task is there, Alan. Task is there. Alan. ഹരി മുരളീരവ. അടുത്ത പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലാണ്, എല്ലാരും വെയിറ്റിംഗ്. റാപ്പിഡ് ഫയർ ആണ്. ടിങ് 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 അങ്ങനെ പറയണം. വാഴയിൽ കിട്ടുന്ന 3 സാധനങ്ങൾ. വാഴയിൽ കിട്ടുന്ന എന്റെ അമ്മ, അച്ഛനും എന്റെ ഫാമിലിയും. ഏറ്റവും ചാടി നിൽക്കണ ആരാന്ന് പറയണോ? ചാടും. ഞാലിപ്പൂവ്, ഏത്തപ്പഴം, പാളയന്തോടൻ. ഭാവിയിൽ താങ്കൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ആഗ്രഹമുണ്ട് ബ്രോ, ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ലോകത്തെ ഒരേ ഒരു ഫ്രാഞ്ചൈസി ആയിരിക്കാം. ഏത് ഡയറക്ടർ ആണെങ്കിലും, ഇനി റൈറ്റർ ആയിട്ടുള്ള ഞാൻ മാറിയാലും, ആക്ടേഴ്സ് മാറിയാലും, ക്യാമറമാൻ മാറിയാലും, വീണ്ടും നമുക്കൊരു സീരീസ്, ഒരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വാഴ മാത്രമായിരിക്കുള്ളൂ. സബിൻ ആസ് എ ഡയറക്ടർ ഞാൻ പറഞ്ഞാൽ, ഞാൻ വാഴ 2 ഡയറക്ട് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ട് സബിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മഴയത്ത് ഈ സ്കൂളിൽ എന്ന് ചോദിച്ചാൽ, വി ആർ ഹിയർ ഫോർ ബാക്ക് ടു ക്ലാസ് വിത്ത് വാഴ 2, an exclusive album listening experience Yay! Woo! presented by Think Music and Club FM. Yay! അപ്പൊ വാഴ 2 പാട്ട് ചെയ്ത വാഴ 2ന്റെ മ്യൂസിക് ടീം ഇവിടെ ഉണ്ട്. അവർക്ക് വലിയൊരു കൈഡി കൊടുക്കാം. Yay! വാഴ 2ന്റെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. റൈറ്റർ പ്രൊഡ്യൂസർ വിപിൻ ദാസ് ഉണ്ട്. മ്യൂസിക് കമ്പോസർ, ഓൾസോ മ്യൂസിക് സൂപ്പർവൈസ് ചെയ്ത അങ്കിത് മേനൻ ഉണ്ട്. A big round of applause for അങ്കിത് മേനൻ. അവരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? Yes, please. വിപിൻ ചേട്ടൻ നമ്മളിപ്പോ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരോടും ഈ ഒരു വേദിയിലേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും ചേർന്ന് നല്ല കൈയടി കൊടുത്തോണ്ട് നമുക്ക് അവരെ വെൽക്കം ചെയ്യട്ടെ. മൂപ്പരാണ് അപ്പൊ ഇന്നത്തെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ അങ്കിത് മേനനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വൈസ് പ്രിൻസിപ്പൽ ഇപ്പുറത്തെ സൈഡിലാണ്. ഡയറക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട്. വാഴ 2ന്റെ ഡയറക്ടർ സവിൻ അങ്കിത്തിന്റെ ടീമിലാണ്. ശരി, അപ്പൊ ഇനി ആശ്രയൻ ടീമിനെ വിളിക്കണ്ടേ? പിന്നെ വേണ്ടേ? ആഷിർ, അലൻ, വിനായക്, ആജിൻ, പ്ലീസ് എവരിവൺ നല്ലൊരു കൈയടി. വെൽക്കം ഗൈസ്, വെൽക്കം. വാഴ 2ന്റെ ഓരോ പാട്ടുകളും കമ്പോസ് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഓരോരുത്തരെ വിളിക്കാം. റൈറ്റർ കമ്പോസർ ഓഫ് വാനിലച്ചെടി രജത് പ്രകാശ്, വെൽക്കം. മലയാളി മങ്കീസിനെ വലിയൊരു കൈഡിയോടെ സ്വാഗതം ചെയ്യാം. പാർവതീഷ് പ്രദീപ്, മുത്തു ഇസിയർ, ജാസിർ മുഹമ്മദ്, അശ്വിൻ ആര്യൻ. വാഴ 2ന്റെ DOP അഖിൽ ഇസിയർ. അങ്ങനെ 2 ടീമും സെറ്റ് ആണ്. ടീം പ്രിൻസിപ്പൽ, ടീം വൈസ് പ്രിൻസിപ്പൽ കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോയി. Ladies and gentlemen, once again welcome to Think Music and Club FM presents Back to Class with Vada 2, an exclusive album listening experience. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോണത് ഒരു കിഡിലൻ പരിപാടിയിലേക്കാണ്. ഒരു ചെറിയൊരു ഗെയിം റൗണ്ട്. റെഡിയാണോ? ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്താന്ന്. ഇവിടുന്ന് ഒരു റൗണ്ടിന്റെ പേര് ഇത്രേ ഉള്ളൂ. ഗിവ് റോങ് ആൻസേഴ്സ് ഓൺലി. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റുത്തരം പറയാം. ജസ്ന ചോദ്യം ചോദിക്കും, അതിന് തെറ്റുത്തരം മാത്രമേ പറയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ടാസ്ക് തരും. പിന്നെ ഇതുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഒന്നും പറയല്ല. റാപ്പിഡ് ഫയർ ആണ്. ടിങ് 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 അങ്ങനെ പറയണം. അപ്പോൾ ladies and gentlemen, this is Think Music and Club FM presents Back to Class Vada 2, an exclusive album listening experience. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോ. നിങ്ങളോടാണ് ടീം പ്രിൻസിപ്പൽ. ആരാ ആൻസർ പറയാൻ പോണേ? ഒരാളോട് ചോദിക്കണം. വിപിൻ. ഓക്കെ, ഫസ്റ്റ് വിപിൻ പ്ലീസ് മൈക്ക് എടുത്തോ. പെട്ടെന്ന് പറയണോട്ടാ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വാഴയ്ക്കും മഴയ്ക്കും ഒരുപോലെ ഉള്ള ഒരു സാധനം. ബുദ്ധി. ബ്രില്യൻറ്റ്. നമ്മൾ ചമ്മിരിക്കുന്നു. ഓക്കെ, കൺഗ്രാറ്റ്സ് പോളി. 10 പോയിന്റ്. 10 പോയിന്റ് കിട്ടിട്ടാ. നെക്സ്റ്റ് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ. ആരാ പറയാൻ പോണേ? വൈസ് പ്രിൻസിപ്പൽ. പെട്ടെന്ന് പറയണോട്ടെ ആൻസർ. വാഴയിൽ നിന്ന് കിട്ടുന്ന 3 സാധനങ്ങൾ വേഗം പറ. വാഴയിൽ കിട്ടുന്ന എന്റെ അമ്മ, അച്ഛനും എന്റെ ഫാമിലിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഷിറിനോട്. ജസ്ന, ആഷിർ വാഴ 1 ഹിറ്റ് ആയിരുന്നോ? അലുവ.
അല്ല നിങ്ങൾ എങ്ങനെയാ വന്നേ? ട്രെയിനില്. അപ്പൊ ടാസ്ക് കൊടുക്കണം. അതന്നെ, നീ ട്രെയിനിന്ന് പറഞ്ഞു. അപ്പൊ അത് യാത്ര ചെയ്ത് വരുന്ന ഒരു സംഗതി നീ പറഞ്ഞു കറക്റ്റ് ആയിട്ട്. സോ ടാസ്ക് ഇസ് ദേർ അലൻ, ടാസ്ക് ഇസ് ദേർ. എനിക്ക് ടാസ്ക് ആണ് ഇഷ്ടം. ഓ നോ, എന്താ ടാസ്ക്? ഓക്കെ, ഒരു പാട്ടൊക്കെ പാടിക്കോ. അപ്പൊ എഴുന്നേറ്റ് നിന്ന് പാടുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. പാട്ട് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് സജസ്റ്റ് ചെയ്യാട്ടോ. ഹരി മുരളി, യു ഹാവ് ടു ഡു ദാറ്റ്. ഇവിടെ നിൽക്ക്. പ്ലീസ് കം ഹിയർ. വൃന്ദാവനം. അപ്പൊ എനിക്ക് വരി അറിയത്തില്ല. വരി അറിയാവുന്ന ഒരു പാട്ട് പാടും. പാടിക്കോ. ലിറിക്സ് എടുക്കട്ടെ. ഞാൻ പ്രിപ്പയർ ആയി വന്ന പാട്ട് പാടാൻ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പവിഴമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. താങ്ക് യു. സൂപ്പർ. വൈസ് പ്രിൻസിപ്പൽ ജയിച്ചിരിക്കുന്നു. അപ്പൊ അടുത്ത അച്ഛനാണ് ആൻസർ പറയണ്ടേ. അച്ഛന് ചോദ്യം ഇതാണ്, 3 ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേര് പറയൂ. തേങ്ങ, ചക്ക, മാങ്ങ. ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ എങ്കിലും പറ. എന്താടാ ഒരു ബന്ധമില്ലാത്തത് പറഞ്ഞേ. ഓക്കെ, അടുത്ത ചോദ്യം വിനായക്. വിനായകനോടാണ് കേട്ടോ. വാഴ 2-ലുള്ള സർപ്രൈസ് ക്യാമിയോസ് ആരൊക്കെയാ? ചെരുപ്പ്, സോപ്പ്, കണ്ണാടി. ഇനി അടുത്തത്. പടത്തിൽ അതൊക്കെ ഉണ്ട്. പടത്തില് ചെരുപ്പൊക്കെ ഉണ്ട്. വിനായക് പ്ലീസ്. പ്രിൻസിപ്പാൾ തന്നു. അതെ. Come on please everyone, നല്ല കൈയടി. Come on please everyone, put your hands together for Vinayak. അലൻ. വിനായകനുള്ള ടാസ്ക് അലൻ പറയും. എന്നാ ആശിർ പറയാം. വിനായക് ചെറിയ 2 സ്റ്റെപ്പ് ഡാൻസ് കളിക്കട്ടെ. ഇത് തിരിച്ചു വരും നിനക്ക്. അല്ല, ചെറിയ 2 സ്റ്റെപ്പ്, ചെറുത് നിനക്ക് പകുതി സ്റ്റെപ്പ്. അഴിഞ്ഞാടി കളയല്ലേ. വിനായകന് വേണമെങ്കിൽ ആശിറിനെ വിളിക്കാം. വേണമെങ്കിൽ ആശിറിനെ വിളിക്കാം. പാട്ട് മതി. വിളിച്ചു. അറിയോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഗെയിമിന്റെ റൂള് തെറ്റും. റൂൾ അനുസരിച്ച് പോകണം. ആ സീരിയസാ. അല്ലേ? സ്കൂളിൽ നമ്മൾ റൂളൊക്കെ തെറ്റിച്ചിട്ടല്ലേ ഹാഷിറെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദ്യം ഉത്തരം പറയില്ല. പ്രിൻസിപ്പളിന്റെ കുട്ടികളാ. ഓക്കെ സാറല്ല, പോട്ടെ. ഹാഷിറെ നമുക്ക് അടുത്തേൽ പിടിക്കാം. ഓക്കെ, നന്നായിട്ട്. എനിക്ക് ഡാൻസ് കളിക്കാൻ തീരെ അറിയില്ല. അതാണല്ലോ ടാസ്ക്. നല്ല കയ്യടി കൊടുക്കണോട്ടോ അവർക്ക് ഉണ്ടാക്കും. പൊളി. പ്രേമത്തിന് ശേഷമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഏതാണ്ട് അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ആ ലൈൻ എഴുതാനുള്ള കാരണം എന്താ പറയുക, പ്രേമം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം പുത്രനെ അഭിനയിക്കാൻ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഈ പറഞ്ഞ എന്നാൽ പുത്രനോട് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ വരും, തമാശ പറയാൻ, ട്രോൾ ചെയ്യാം. അപ്പം പുള്ളിക്കാരടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആഡ് ചെയ്ത സാധനമാണ്. അൽഫോൺസ് പുത്രൻ ആസ് എ കോപ്പാണ് സിനിമയിലുള്ള പോലീസ്. വാഴ 1 ബേസിലിന്റെ പകരമാണ് ഇതിൽ അൽഫോൺസ് പുത്രൻ ഉള്ളത്. ട്രെയിലറിൽ കണ്ടു കാണും. അൽഫോൺസ് പുത്രനെ നമ്മൾ ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പോകും. ഒന്ന് കാണിക്കോ എല്ലാരും? ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, അൽഫോൺസ് പുത്രൻ ഓൺ വീഡിയോ കോൾ. ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, ഈ ലൈവ് ലിസ്ണിംഗ് സെഷന് നിങ്ങൾ എന്താണ് വരാത്തത് അൽഫോൺസ് ഭായ് എന്നൊരു ചോദ്യമുണ്ട്. സിനിമയുടെ എഴുത്തും പരിപാടിയായിട്ടിരിക്കുകയാണ്. അതൊരു പിന്നെ എല്ലാവരെയും അന്വേഷിച്ചായിട്ട് പറയാൻ പറഞ്ഞു. അതെ, അടുത്ത പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലാണ്. എല്ലാരും വെയിറ്റിംഗ്. ഓക്കെ, താങ്ക് യു മാൻ, താങ്ക് യു. ഓക്കെ, ബൈ.
ഓക്കെ, അപ്പൊ ഈ പ്രേമം പ്രശ്നമാണെന്നുള്ളത് അൽഫോൻസ് പുത്രൻ നിന്ന് പുള്ളി കണ്ടപ്പം ഇൻസ്പയർ ആയതാണോ? അതെ അതെ, ഉറപ്പായിട്ടും. പുള്ളി വന്നപ്പോഴാണ് നമ്മൾ ആടിയത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അടുത്തത് പ്രിൻസിപ്പാളിനെ വെച്ചിട്ട് ഒരു റാപ്പിഡ് ഫയർ ആണ് അല്ലേ? യെസ്. പ്രിൻസിപ്പലിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, ഇവരെ പറ്റി, കുട്ടികളെ പറ്റി പടപടാന്ന് ഉത്തരങ്ങൾ പറയണം. റെഡി? നമ്മുടെ ഹാഷറൻ ടീം ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും മടിയനായ സ്റ്റുഡന്റ് ആരാണ്? മടിയില്ല ആണോ? ഏറ്റവും ചാടി ചാടി നിൽക്കണ ആരാന്ന് പറയണത്? ചാട്. ഛേ, ഹേ. അതെ. അല്ല, ഓക്കെ. ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കിയ കുട്ടി ആരാണ്? ശല്യം ശല്യം ഇവൻ തന്നെ. ഇടങ്ങേറൊക്കെ ആണോ? നീ ഇങ്ങനെ ഇവന്റെ ഇരിക്കുമ്പോ സംശയം തീരില്ല. എന്തൊക്കെയാ ചോദിക്കാറ്? ചുമ്മാ ഓരോന്ന്, ഇതെന്താണ്, അതെന്താണ്, ആ സീൻ എന്താണ്, ഇതെന്താണ് ചേട്ടാ, അത് അങ്ങനെയാണ്, ഇതെങ്ങനെ ശരിയായി വരുമോ, ഓ, എന്നെ എല്ലാവരും വഴക്ക് പറയുമോ, കളിയാക്കുവോ, ഞാൻ ഇറക്കിയിട്ട് വിടുവോ, ഇതൊക്കെയാണ് ഇവന്റെ സംശയം. ഫസ്റ്റ് ബെഞ്ചർ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, കുറെ ഡൗട്ട്. ഓക്കെ. ഇതിൽ കൂട്ടത്തില് കള്ളം പറയുന്ന സ്റ്റുഡന്റ് ആരാണ് ഈ 4 പേര്? അങ്ങനെ 4 പേരും ആരും പറയില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ടില്ല. ഡയലോഗ് ഭയങ്കരമായിട്ട് അടിക്കും, എന്നാ സീനൊക്കെ തെറ്റി ചെയ്യുന്ന സ്റ്റുഡന്റ് ആരാണ്? ഞാൻ ഷൂട്ടിന്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇവര് 4 പേരും തെറ്റിക്കാറുണ്ട്, ഓക്കെ. പക്ഷെ 4 പേരും അടിപൊളിയാണ്. ആണോ? ഏറ്റവും കൂടുതൽ ഇതിൽ അടി കൊടുക്കേണ്ട സ്റ്റുഡന്റ് ആരാണ്? അജിൻ അജിന. അതെന്താ റീസൺ? ഇപ്പം ഏറ്റവും മടിയുള്ള അജിനാണ്. പിന്നെ ആക്ഷനേക്കാളും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് എപ്പോഴും അജിനായിരിക്കും. അജിൻ എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്, ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അടി കൊടുക്കേണ്ടത്. കറക്റ്റ്. പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളെ പറ്റി മാത്രമേ അജിൻ ചിന്തിക്കാറുള്ളൂ. ഇതിലെ ഊടായ്പ സ്റ്റുഡന്റ് ആരാണ്? 2 പേർക്കും പറയാം. അലൻ എല്ലാം നമുക്ക് കിട്ടാണല്ലോ. അങ്ങനെയൊന്നുമില്ല, ബിബിൻ ചേട്ടൻ ചുമ്മാ ആയെന്ന് എനിക്ക് എൻ്റെ പേര്. ഓക്കെ. അൽഫോൻസ് പുത്രൻ എങ്ങനെയുണ്ടായിരുന്നു ആസ് എ പോലീസുകാരൻ? നിങ്ങൾ 2 പേർക്ക് ആർക്ക് വേണേലും പറയാം. അടിപൊളിയായിരുന്നു. ആണോ? പറഞ്ഞപ്പോഴേ സമ്മതിച്ചോ അഭിനയിക്കാൻ? ഞാനിങ്ങനെ ചോദിച്ചു, പുള്ളി ഓക്കെ നോക്കാത്തൊക്കെ പറഞ്ഞ് പതുക്കെ വന്ന പുള്ളി പെട്ടെന്ന് ചാടിക്കേറി വന്നില്ല. അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡം ഷെറാഡ്സ് കേട്ടിട്ടുണ്ട്, കളിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് ഈ ലോട്ടിൽ ഒരു സാധനം കിട്ടും നിങ്ങൾക്ക്. ആ സാധനം ഇവിടെ വന്നിട്ട് ബോർഡിൽ വരയ്ക്കണം, മിണ്ടാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ടീം മെമ്പേഴ്സ് ഗസ് ചെയ്യണം അല്ലെ? നമ്മുടെ ടീം അത് കറക്റ്റായിട്ട് ഗസ് ചെയ്യണം എന്താണെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് മാങ്ങയാണ് കിട്ടിയെന്ന് വിചാരിക്കുക, ആ മാങ്ങ കൃത്യമായിട്ട് വരച്ച് അവർക്ക് മനസ്സിലാവണം. ഇങ്ങോട്ട് പോരെ, എന്നിട്ട് പറയരുത് കേട്ടാ. ആശ്ര കളർ ചോക്ക് വേണോ? പൊളിക്കളിയാ. ജസ്റ്റിനെ കണ്ടോ എന്താ കിട്ടിയെന്ന്? ഞാൻ കണ്ടു. ഓക്കെ. മാവാണോ കിട്ടിയത്? ഒറ്റ ട്രൈ ഉള്ളോ? ഒരു ഒരു try ഉള്ളൂ. 3 ട്രൈ തരാം. ഒരെണ്ണം അല്ല, പറയുന്നവരെ ചെയ്തോട്ടെ. എന്ത് ചക്ക. അല്ലെ അതിനെ ക്ലോസ് ഇറക്കി. തേങ്ങയാണോ? തേങ്ങ റൈറ്റ് ആൻസർ. പിന്നെ തേങ്ങ മാത്രം വരച്ചാൽ മതിയായിരുന്നു. ശരി, അടുത്ത ആൾക്ക് കൊടുക്ക്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ഈ ടീം? ഓക്കെ. ടഫ് സാധനമാണ്, കിട്ടൂല. മാർക്ക് ഷീറ്റ് ആണോ? റിപ്പോർട്ട് കാർഡ് ഇസ് റൈറ്റ് ആൻസർ. അടുത്ത ആളിലേക്ക്. അവരുടെ ഒരു ആഗ്രഹപ്രകാരം പഴം, ബനാന. ഒറ്റ ടീം. വിനായക് പബ്ലിക്. ഇത് പ്രകാരം വിനായകാണ്. ടേക്ക് 1. കിട്ടിയോ? ഓക്കെ. കമ്പ്യൂട്ടർ ആണോ? ബോർഡ്. ബാ, ഇനി ആരാ? അജിൻ വരൂ. അജിന് ഞാൻ ചെവി കൊടുക്കാം. 1 2. വാവ്. വെള്ളരിക്ക. ഞാലിപ്പൂവൻ, ഏത്തപ്പഴം, പാളയന്തോടൻ. അതിലുണ്ട്. കഴിഞ്ഞു. പോട്ടെ. ഡീപ്പായിട്ട് ആലോചിക്ക്. പഴംപൊരി. ആരാ പറഞ്ഞ? നമ്മുടെ മലയാളി മങ്കി പറഞ്ഞു. ലാസ്റ്റ് ഇവിടുന്ന് ഒരാൾ വരുന്നു. നമുക്ക് ടഫാട്ടാ അല്ലേ? ചെവിയിൽ പറയുന്നു. ചെവിയിൽ പറയണം. യെസ്. നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ഇത് കിട്ടും. മുത്തു ബ്രോ, സൈഡ് പ്ലീസ്. ടീം അതാണ് കേട്ടാ. ഇത് സത്യ. മൈക്കിൽ പറയണേ.
എന്തോ ആക്ഷൻ കാണിച്ച് ഈ പരിപ്പോടയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്തിനാന്ന് മനസ്സിലായില്ലായിരുന്നു. മനസ്സിലായി ചരിപ്പോട്ടയും ചായ ഓ, മനസ്സിലായോ? അങ്ങനെ കട്ടക്കാണ് രണ്ട് ടീമും. വലിയൊരു ഐഡിയ എടുക്കോ ഗായ്സ്. നമ്മുടെ ക്ലബ് എഫ് എമ്മിലെ ലിസ്ണേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി കേൾക്കാനായിട്ട്. അവർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും നമ്മുടെ ടീമിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട്. സോ നേരെ അവരിലേക്ക് പോവാണ്. അവർ ഓൾ സെറ്റ് ആണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഇവിടുന്ന് ആരാണോ ആൻസർ പറഞ്ഞാൽ മതി. റെഡി? ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോട്ടാ. അഷർക്ക അല്ലെങ്കിൽ വാഴ ടീമിനോടാണ് ചോദിക്കാനുള്ളത്. അതായത് നമ്മുടെ വാഴ ഫസ്റ്റില് ഹാഷറും ടീമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതായത് വാഴ 2ന്റെ ലീഡായിട്ട്. അപ്പോൾ ഇനി വാഴ 2 സിനിമയിൽ വേറെ ഏതെങ്കിലും ലീഡ്സ് ഉണ്ടോ? ചുരുക്കി പറഞ്ഞാൽ വാഴ 3 ഉണ്ടോ? 2-ാം തീയതി പറയാം. ആരെങ്കിലും ഉണ്ടോന്ന് പറഞ്ഞാൽ മതി 3യിലേക്ക് നയിക്കുന്ന. അല്ല, ഞാൻ വാഴ 1-ലും ഒരു ഗ്ലിംസ് ഉണ്ടായിരുന്നല്ലേ? അതെ അതെ. ഇതിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ 2-ാം തീയതി കഴിഞ്ഞിട്ട് പറയാം. ലിയോൺ ഹാഷിർ ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. ഹായ്. ഹാഷിർ ചേട്ടന്റെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു വാഴ വെച്ചാ മതി? അങ്ങനെ പറഞ്ഞിട്ടില്ല. വേറെ ആരെങ്കിലും അല്ല, നിന്റെ വീട്ടിൽ പറഞ്ഞു. ഇല്ല, നമ്മളാരും അങ്ങനെ വാഴയൊന്നും വിളിച്ചിട്ടില്ല. ഫുള്ള് കഴിവുള്ള പിള്ളേരായിരുന്നു വീട്ടിലൊക്കെ. ഓ വയ്യെന്നൊക്കെ. എൻ്റെ പേര് ഫൗസ. ഹാഷ്രിക്കോടാണ് ചോദിക്കുന്നത്. എന്താ, ഇന്നലെ ഞാൻ ഒരു റീലുണ്ടായിരുന്നു, ഇക്കയുടെയും ഉമ്മയുടെയും കൂടി ഇട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ? ചെറുതിലോട്ട് എൻ്റെ ഉമ്മയാണ് ഞാൻ നോക്കിയത്. അപ്പം എൻ്റെ ഉമ്മയുടെ ഒരു സ്ഥാനമാണ് ആക്ക്. അങ്ങനെ ഉണ്ടായതാ. ആളുടെ യാത്ര പോണതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടോട്ട് ഇറങ്ങിയപ്പോൾ ഒരു 7 ദിവസം കാണില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഇരുത്തി സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. അങ്ങനെ ഒരു വീഡിയോ. ഹായ്, എൻ്റെ പേര് ജസൽ. എൻ്റെ ചോദ്യം വാഴ ടീമിനോടാണ്. വാഴ 1-ലെ മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടായില്ലേ, അവരാരെങ്കിലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവോ? 2-ാം തീയതി പറയരുതിട്ടാ. 2-ാം തീയതി പറയുന്നില്ല, പടം കണ്ട് മനസ്സിലാക്കാതെ നടക്കുള്ളൂ. എൻ്റെ പേര് അജിൻ എന്നാണ്. ഇവിടെ ഒരു അജിനുണ്ട്. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹാഷിറേട്ടനോടാണ് കേട്ടോ. ഹായ്. ചേട്ടൻ്റെ വീഡിയോസ് ഫസ്റ്റ് തൊട്ടേ കാണുന്ന ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. താങ്ക് യു. വളരെ ഇഷ്ടമാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു. ഓക്കെ, എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെ വീഡിയോസിൻ്റെ അവസാനം ലാസ്റ്റ് ഡയറക്റ്റഡ് ബൈ ഹാഷിർ എന്ന് കൊടുക്കാറുണ്ട് ചില വീഡിയോസിൽ, കണ്ടിട്ടുണ്ട്. അത് ഇന്റൻഷനലി ചെയ്യണയാണോ അതെയോ ഇനി ഭാവിയിൽ താങ്കൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ആഗ്രഹമുണ്ട് ബ്രോ, എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ഫ്യൂച്ചറിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റട്ടെ. ഞാൻ അർച്ചന. വിപിൻ ദാസ് സാറിനോടാണ് ക്വസ്റ്റ്യൻ. 80 കിഡ്സ് ആയ സാറ് 2K കിഡ്സിന്റെ ബയോപിക്കില് സ്റ്റോറി എഴുതിയപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് റിസർച്ച് ചെയ്തത്? ഞാൻ ഒറ്റയ്ക്കല്ല എഴുതിയത്, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്, ADs ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ഒരു 8-10 പേരുണ്ട് എഴുതാൻ. അപ്പോൾ ഒരു ഐഡിയ വിച്ച് ചെയ്താൽ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അവരുടെ പേരൊക്കെ ക്രെഡിറ്റിലുണ്ട്. അഡീഷണൽ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ ക്രെഡിറ്റിലുണ്ട്. പിന്നെ ഡയറക്ടറുണ്ട്, പുള്ളിയുടെ ADs ഉണ്ട്. അപ്പം ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കാറില്ല. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ അജിൻ മറ്റേ BTSനെ കുറിച്ച് പറയുന്നുണ്ട്, അതെനിക്ക് വലിയ ഐഡിയ എന്നുള്ള കാര്യമല്ല. അപ്പം അത് അങ്ങനെ ഓരോരുത്തരും ഓരോ സാധനം പറയുന്നുണ്ട്. അപ്പം മാക്സിമം ഈ പറഞ്ഞ പോലെ എൻ്റെ ഏജിലുള്ളവരല്ല ഇവർ ആരും, പക്ഷെ ഞാൻ ഇവരോടെയാണ് കൂടുതൽ കൂട്ടുകൂടി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ എനിക്ക് മനസ്സിലാവും. മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ മിണ്ടാതിരുന്ന് മനസ്സിലായതുപോലെ അഭിനയിച്ചിരിക്കും, എന്നിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്നാലും ഇവരൊക്കെ എന്നെയും കാട്ടി അമ്മാവന്മാരാ. ബേസിക്കലി ഞാനിപ്പോഴും ഈ പറഞ്ഞ പോലെ BTSോ അല്ലെങ്കിൽ അനിരുദ്ധ കേൾക്കുമ്പോൾ ഇവന്മാരിപ്പോഴും ഇളയരാജയൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ഇവന്മാരാണ് ഇച്ചിരി പഴയെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം ആ വ്യത്യാസം ഇല്ല. വാഴ ഫസ്റ്റ് പാർട്ടിൽ മെയിൻ റോൾ എടുക്കുകയാണെങ്കിൽ ഏത് റോൾ എടുക്കും? അത് അടിപൊളി. ജോമോന്റെ റീസൺ ഉണ്ടാ? ജോമോന്റെ അത് ഇഷ്ടമാണ്, അപ്പം അതൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ജോമോന്റെ ക്യാരക്ടർ. ആൾ അടിപൊളിയായിട്ടല്ലേ ചെയ്തത്. ഹായ് ഗൈസ്. ഓക്കെ, അപ്പൊ നേരത്തെ അൽഫോൺസ് ചേട്ടനെ വീഡിയോ കോളിൽ കൊണ്ടുവന്നായിരുന്നു. പടത്തെ ട്രെയിലർ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാമിയോയും കണ്ട്. പ്രേമം റെഫറൻസ് എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല, ഈ കണ്ടതേ ഉള്ളൂ, വേറെ അങ്ങനെ ഒന്നുമില്ല. അതായത് എൻ്റെ ചോദ്യം വിപിൻ ചേട്ടനോടാണ്. അതിപ്പോ വാഴയായിട്ട് ബന്ധപ്പെട്ടല്ല, വിപിൻ ചേട്ടൻ്റെ കരിയറായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്.
അത് വിപിൻ ചേട്ടൻ മുത്തുഗൗ സിനിമ ഡയറക്ട് ചെയ്തില്ലേ? അതെ അതെ. അപ്പൊ അതിന്റെ ഒരു പാർട്ട് 2 വരുമോ? അത് 10 വർഷമായി വരാൻ ചാൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് ചോദിച്ചതാ. പാർട്ട് 2 ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിച്ചില്ല. കാര്യം ഒന്ന് ഈ പരാജയപ്പെട്ട എല്ലാ സിനിമയ്ക്കും സെക്കൻഡ് പാർട്ട് വന്നാൽ എല്ലാവരും കാണുമെന്നറിയില്ല. ആടിന് അത് ഗുണമുണ്ടായി, പക്ഷെ അതുപോലെ മുദ്ദുഖൻ അങ്ങനെ കുറച്ച് പേര് ഒരു 10% ആൾക്കാർക്കാണ് അത് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും ഒരു 90% അങ്ങനെ സിനിമയിൽ അവെയർ അല്ല. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളിൽ ഐഡിയ ഒക്കെ ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മളത് അങ്ങനെ ചെയ്യാനുള്ള പ്ലാനിലായിട്ടൊന്നുമില്ല. നമ്മളൊന്ന് എല്ലാ സിനിമയും നമുക്ക് പാർട്ട് 2ഉം 3ഉം സീസൺ വൈസും ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാ സിനിമയും ചെയ്യാൻ പറ്റും. കാര്യം ഈ പറഞ്ഞ പോലെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ സാധനം ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയ സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയ സംഭവമായിരിക്കും ഒരു സിനിമയുടെ ക്ലൈമാക്സ്. അപ്പം മിക്കവാറും അത് നടന്നിട്ടില്ലെങ്കിൽ വീണ്ടും അതിൻ്റെ സെക്കൻഡ് പാർട്ടോ സീസണോ ഒക്കെ ഉണ്ടാവാൻ പറ്റും. അപ്പം ബേസിക്കലി നല്ല ക്യാരക്ടേഴ്സും നല്ല പശ്ചാത്തലവും ഉണ്ടെങ്കിൽ ഏത് സിനിമയ്ക്കും നമുക്ക് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദൃശ്യത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നു. ദൃശ്യം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിട്ടില്ല ഒരിക്കലും അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നു എന്ന് പറയുന്ന പോലെ നല്ല ക്യാരക്ടേഴ്സും നല്ല പശ്ചാത്തലവും ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നമുക്ക് പല രീതിയിൽ പല മാനിപ്പുലേഷനിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ എഴുതിയ എല്ലാ സിനിമയ്ക്കും എനിക്ക് അടുത്ത റൗണ്ട് കഥകളുണ്ട്. അതിപ്പം മുദ്ദുഖാണെങ്കിലും അന്താക്ഷരി ആണെങ്കിലും ജയ ആണെങ്കിലും ഈ പറഞ്ഞ ഗുരുവായൂരാണെങ്കിലും. ഗുരുവായൂർ ഞാൻ എഴുതിയല്ല, എന്നാലും പറയണേ ഈ വരുന്ന എല്ലാ സിനിമകളും ഞാൻ ചെയ്ത എല്ലാ സിനിമകൾക്കും എനിക്കൊരു സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് വേണമെങ്കിൽ ഒരു സീസൺ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്. പക്ഷെ നമ്മളത് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ഡിസിഷൻ പോലിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ Q&A കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബാക്ക് ടു ക്ലാസ് വിത്ത് വാഴ 2 ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പോവാണ്. നമ്മുടെ ക്ലാസ്സും സ്കൂളൊക്കെ കഴിയാൻ പോവാണ്. അപ്പോൾ അത് ഈ ഒരു അവസാനത്തെ റൗണ്ടിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ് നമ്മുടെ മ്യൂസിക് സൂപ്പർവൈസർ അങ്കിത് മേനൻ. പ്ലീസ് നല്ല കൈ കൊടുത്തുകൊണ്ട് വെൽക്കം ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ സവിൻ പ്ലീസ്. കൂടെ തന്നെ നമ്മുടെ റൈറ്റർ ആൻഡ് പ്രൊഡ്യൂസർ വിപിൻ ദാസ്. മൂന്നാളെ വെൽക്കം ചെയ്യാം. ഇത്രയും പാട്ടുകൾ വാഴ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും ഇത്രയും പാട്ടുകൾ വെക്കാമെന്നും അത് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കാമെന്നൊക്കെ തീരുമാനം ഉണ്ടായത് എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര ഓർമ്മശക്തി കുറവാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് തീരുമാനിച്ചെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാനൊക്കെ തീരുമാനിക്കും, കുറച്ച് സമയം അത് മറന്നു പോകും. ചിലപ്പോൾ മറന്ന കാര്യം വീണ്ടും ഞാൻ പറയുമ്പോൾ ഇവർ പറയും ചേട്ടൻ അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ എന്തായാലും അത് പ്രത്യേകിച്ച് സവിൻ പറയും. ഞാൻ പറയുന്നതൊക്കെ സവിൻ എഴുതിയൊക്കെ വയ്ക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ചേട്ടൻ അന്ന് പറഞ്ഞെന്ന് അവൻ പറയത്തുമില്ല. അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഓരോ പാട്ടും ഓരോരുത്തർ ചെയ്യാൻ തോന്നിയത് വാഴ എന്നുള്ള സിനിമ വന്നപ്പോൾ എനിക്ക് തോന്നിയത് വാഴ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചെടുത്താണ്. അപ്പം അത് ഒരു പുതിയ ഡയറക്ടർ, ഒരു പുതിയ ക്യാമറാമാൻ, എന്നാൽ പിന്നെ പുതിയ മ്യൂസിക് ഡയറക്ടർ. അപ്പം ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറിന് പെട്ടെന്ന് കൊടുക്കാൻ ഒരു ധൈര്യക്കുറവുണ്ട്. അങ്കിത്ത് കൂടെ ഉണ്ട്. അപ്പം നമ്മൾ തീരുമാനിച്ചാണ് എന്നാൽ പിന്നെ ഓരോ പാട്ടും ഓരോരുത്തർ ചെയ്യട്ടെ. അങ്ങനെ ഒരു പാട്ട് ഒരാൾ ചെയ്തു, രണ്ടാമത്തെ പാട്ട് ഒരാൾ ചെയ്തു. അങ്ങനെ ചെയ്തിട്ടാണ് വാഴയിലൊരു സെറ്റ് ഓഫ് മ്യൂസീഷ്യൻസ് ഉണ്ടായത്. അപ്പോൾ അത് സിനിമ റിലീസായി കഴിഞ്ഞ് പാട്ടൊക്കെ ഹിറ്റായപ്പോഴാണ് അത് നല്ലൊരു പരിപാടിയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പം ഇപ്രാവശ്യം കുറച്ചും കൂടി ഓഡീഷൻ വെച്ചു. ഓഡീഷന് 1-2 പേരെ എടുത്തു. അല്ലാത്തവർ നമ്മളെ ഈ ടീമിലുള്ള ഈ പറഞ്ഞ ചുറ്റുമിരിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയില്ല, ഫാമിലി അല്ല, ഇതെൻ്റെ ഹാർട്ടാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ ഇവരോട് എപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം ഓരോരുത്തരെയും പേഴ്സണലി അറിയാം, ഓരോരുത്തരായിട്ടും പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം കൃത്യമായിട്ട് നമ്മളോട് അവരുടെ കഥകൾ പറയും, പാട്ടുകൾ പറയും, അവരുടെ മ്യൂസിക് തോട്ട്സ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓരോരുത്തരെ എനിക്ക് എഴുതി എണ്ണം പറഞ്ഞ് ഓരോരുത്തരെ കുറിച്ചും എനിക്ക് 5 മിനിറ്റ് സംസാരിക്കാനുണ്ടാവും. ഇത് അങ്കിത്തും ഞാനും ഈ പറഞ്ഞ പോലെ ബ്രദർഹുഡ് കൂടെ പിറന്നോർ എന്നുള്ള ഫീൽ വരുന്ന 2 പേരാണ്. അപ്പം എന്തും പറയാം, എവിടെയും പോവാം, എന്തും ചെയ്യാം. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാൾ. ഇനി അതിൽ തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ഞാൻ ഒരാളെ കൊണ്ടിട്ട് വന്നാലും ചിലപ്പം എൻ്റെ ഏറ്റവും അടുത്ത 4 സുഹൃത്തുക്കൾ പറഞ്ഞാലും ഒന്ന് അത് അങ്കിത്തായിരിക്കും. ശരി ഇനി കൊന്നല്ലോ, നമുക്ക് കൊണ്ടുപോയി കുഴിച്ചിടാം, എന്നിട്ട് നമുക്ക് ധ്യാനത്തിന് പോകാമെന്ന് പറയുന്ന ആളായിരിക്കും അങ്കിത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്കിത്ത് അങ്ങനെ സ്പെഷ്യലാണ്. അപ്പം എനിക്കൊരു മ്യൂസിക് ഡയറക്ടറെ അടുത്ത് വേറെ വർക്ക് ചെയ്യാൻ പോകാൻ പറ്റാത്തൊരു പേടി അങ്കിത്തിനോടുള്ള ഫ്രീഡം വേറെ ഒരാളെ കിട്ടുമോ എന്ന് എനിക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം അങ്കിത്ത് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. നമുക്ക് എന്തും ചെയ്യാം, എങ്ങനെയും വർക്ക് ചെയ്യാം, ആരോടെയും വർക്ക് ചെയ്യാം. കാര്യം അങ്കിത്ത് തന്നെയാണ് ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്തത്. അപ്പം അങ്കിത്ത് എവിടെയും ഫ്ലെക്സിബിൾ ആവുന്ന ഒരാളാണ്. അപ്പം എനിക്കിത് എന്താ പറയുക, സിനിമാ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് അങ്കിത്ത്. അപ്പം അതിൽ പിന്നെ ഡൗട്ടൊന്നുമില്ല. അപ്പം അങ്കിത്ത് ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്കിത്ത് ഞാനും കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ബാക്കി ഇവരൊക്കെ ചെയ്തോളും. നമ്മളിരുന്നിട്ട്
അപ്പോൾ സജഷൻസ് മാത്രമാണ് അങ്കിത്ത് കൊടുക്കുന്നത്. പക്ഷേ ആ സജഷൻസ് ഭയങ്കര വാല്യൂബിൾ ആയിരുന്നു. അപ്പോൾ അത് സിനിമയിലും പാട്ടുകൾക്കെല്ലാം ഒരു 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 യുണീക്നെസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാ സിനിമയിലും ഇത് നടക്കുമെന്നറിയില്ല. പക്ഷേ വാഴ ഫ്രാഞ്ചൈസിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ലോകത്തെ ഒരേ ഒരു ഫ്രാഞ്ചൈസി ആയിരിക്കാം. ഏത് ഡയറക്ടറാണെങ്കിലും ഇനി റൈറ്ററായിട്ടുള്ള ഞാൻ മാറിയാലും, ആക്ടേഴ്സ് മാറിയാലും, ക്യാമറമാൻ മാറിയാലും, മ്യൂസീഷ്യൻസ് മാറിയാലും വീണ്ടും നമുക്കൊരു ഒരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വാഴ മാത്രമേ ആയിരിക്കുള്ളൂ. ബാക്കി എല്ലാത്തിലും ഇതിൽ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും. പക്ഷേ ഇതിൽ ആർക്കും വേണ്ട. എല്ലാം പുതിയ പുതിയ ആൾക്കാരെ വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ സബിൻ എൻ്റെ കൂടെ JJയിൽ ജോയിൻ ചെയ്ത ആളാണ്, അസോസിയേറ്റ് ആയിട്ട്. അപ്പം സബിൻ ആസ് എ ഡയറക്ടർ ഞാൻ പറഞ്ഞാൽ ഞാൻ വാഴ 2 ഡയറക്റ്റ് ചെയ്തതിനേക്കാൾ ബെറ്ററായിട്ട് സബിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഐ എം വെരി പ്രൗഡ് ഓഫ് സബിൻ. കാര്യം ഞാൻ ചെയ്ത ഇത്ര നന്നാവില്ല പടം, ഉറപ്പാണ്. എനിക്ക് ഞാൻ ചെയ്ത ഈ ഒരു എഡിറ്റിലും സബിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലുള്ള ഡീറ്റെയിൽസ് എനിക്ക് ഭയങ്കര, ഞാൻ കുഞ്ഞു ഡീറ്റെയിൽസ് എപ്പോഴും വിട്ടുപോകും, മറന്നുപോയില്ല, സ്കിപ്പ് ചെയ്യും, അങ്ങനത്തെ ഒരു മണ്ടത്തരമൊക്കെ ഞാൻ കാണിക്കും. പക്ഷേ സബിൻ ഇങ്ങനെ ഓരോ കാര്യത്തിലും എടുക്കുന്ന എഫർട്ട് കുറച്ചും എനിക്ക് തലവേനുണ്ട്. ഇത്രയും ചെറിയ ഡീറ്റെയിൽസ് നോക്കണ്ട എന്ന് ഞാൻ പറയും. അത്രയും വളരെ സൂക്ഷിച്ച് സിനിമ ചെയ്ത് ആലോചിക്കുന്ന ഒരാളാണ്. അപ്പം സബിൻ്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ഡീറ്റെയിലിങ്ങും എൻ്റെ ഒരു പാറ്റേണും കൂടെ വന്നപ്പോഴാണ് ഈ സിനിമ കംപ്ലീറ്റ് ആയത്. അപ്പം ഞാൻ എഴുതിയത് ഇതിനകത്തൊരു 60% ഉണ്ടെന്ന് പറയുള്ളൂ എഴുത്തിൽ. ബാക്കി 40% എഴുത്തും സബിൻ്റെ കോൺട്രിബ്യൂഷൻ. നിങ്ങൾ കണ്ട വാനില ചെടി പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പാട്ടിലെ എല്ലാ വിഷ്വൽസും സബിൻ്റെ ഇഷ്ടത്തിന് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഒരു 80% സീൻസ്. അപ്പം സബിൻ്റെതായ കോൺട്രിബ്യൂഷൻ ചെയ്തു. അപ്പം നമ്മളൊരു സീൻസ് മാത്രമേ എഴുതുന്നുള്ളൂ, ബാക്കിയൊക്കെ സബിനാണത് ആഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പം ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാൾ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്തെടുത്ത ഒരാളെന്നുള്ളതാണ്. എനിക്ക് സബിനോട് റെസ്പെക്റ്റാണ് എനിക്ക് അതിനകത്ത്. ഇത്രയും ഞാൻ സബിൻ്റെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് എന്നുള്ള മോഡിൽ നിന്ന് മാറി ഒരു റെസ്പെക്റ്റൊക്കെ ഫീൽ ചെയ്യുന്നൊരു സമയം എനിക്ക് ആ വാനിലച്ചെടി പാട്ട് കണ്ടപ്പോൾ. അപ്പം ഇതാണ് എൻ്റെ ടീം. ഇവരെനിക്ക് ഒരു 5 വർഷമായിട്ട് അറിയുന്ന ആൾക്കാർ. അപ്പം എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെടുക. സന്തോഷം. താങ്ക് യു. Ladies and gentlemen, thank you so much for being here this evening for Think Music and presents Back to Class with Vaഴ 2. ആഷിറിൻ ടീമിന് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു അവസാനം. അത് പറഞ്ഞാൽ അവസാനിപ്പിച്ചു. വിപിൻ ചേട്ടൻ ഒരുവിധം എല്ലാം പറഞ്ഞു. ട്രെയിലർ ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ഇതെല്ലാം പറയേണ്ട നിങ്ങളാണ്. ഞാൻ തന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ തന്നെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് എനിക്ക് അറിയാൻ വയ്യ. എന്നാ അലൻ പറയും. അല്ല, ഞാൻ ആക്ച്വലി ഇവിടെ ഞങ്ങൾ 4 പേരെക്കാളും ഇതിൻ്റെ മെയിൻ ഹീറോസൊക്കെ ഇവരൊക്കെയാണ്. ഇവരാണ് ഇതിൻ്റെ ആക്ച്വൽ സ്ട്രെങ്ത്. വിപിൻ ചേട്ടൻ, സവിൻ സാർ, പിന്നെ ഓൾ മ്യൂസിക് ടീം. കാര്യം ഇവർക്കാണ് ഇതിൻ്റെ ഒരു താങ്ക്സ് ഉള്ള കാര്യം. ഒരു പടത്തിൻ്റെ മെയിൻ പാർട്ടെന്ന് പറയുന്നത് തന്നെ സോങ്സ് ആണ്, അതിൻ്റെ മ്യൂസിക്കാണ്. അപ്പം ചില സീനുകളൊക്കെ ഇവരാണ് ഹുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ളത് ഈ ഓൾ ടീമിനോടാണ്. എനിക്ക് അത് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പോൾ കേട്ടപ്പോൾ എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ പടത്തിനെ കുറിച്ച് കണ്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക, കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു ഗൈസ്, ഇവിടെ വന്നതിനും ഞങ്ങളിവിടെ കൂടി. താങ്ക് യു, ലവ് യു ഓൾ. ഇവിടെ വന്ന എല്ലാവർക്കും ഓക്കെ താങ്ക് യു. എല്ലാ യുവന്മാരും പറഞ്ഞ്, പിന്നെ നമുക്ക് ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ പറ്റിയതിലാണ് വലിയൊരു കാര്യം. അപ്പോ ഫൈനൽ ബെൽ അടിച്ച് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. Thank you everyone. Thank you Think Music. Thank you Club FM. Thank you Vaഴ team. All the best. Thank you everyone. ഹാഷ്റാൻ ടീം, എവ്രിവൺ. പേര് ഇനി എടുത്ത് പറയാനുള്ള നമ്മുടെ കംപ്ലീറ്റ് ക്രൂ മെമ്പേഴ്സ്, തിങ്ക് മ്യൂസിക്കിന്റെ, ക്ലബ് എഫ് എമ്മിന്റെ ലിസണേഴ്സ്, എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. പരിപാടി എങ്ങനെ ഉണ്ടായി?